ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ജരീറേ നിങ്ങൾക്ക് കണ്ണുകൊള്ളുമോ എന്നെനിക്ക് പേടിയുണ്ട് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. അത്രക്ക് സുമുഖനാണ്. ഒരു വലിയ ഗോത്രത്തിന്റെ നേതാവാണ്, സയ്യിദാണ്. ആകെ 30 വയസ്സായിട്ടുള്ളൂ, പക്ഷെ ഒരു ഗോത്രത്തിന്റെ നേതാവാണ്. മാ റആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സമ ഫീ വജ്ഹി. അല്ലാഹുവിൻ്റെ റസൂലിനെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. പുണ്യ നബിയെ, ഞാൻ എപ്പോഴെല്ലാം ഹബീബിനെ കാണുന്നുണ്ടോ ആ ഹബീബ് എന്നോട് പുഞ്ചിരിക്കാറാണ്. എപ്പോഴും നബി എന്നോട് ചിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാനവറുകൾ മുസ്ലിമായ കഥ പറയുന്നുണ്ട്. ബായഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. കലിമ ചൊല്ലി മുസ്ലിമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ജരീറേ നിങ്ങൾ മുസ്ലിമാവുകയാണ്, നിങ്ങൾ മുസ്ലിമായിരിക്കുന്നു. ഒരു കാര്യം കൂടെ നിങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യണം, ഒരു കാര്യം കൂടെ നിങ്ങൾ എനിക്ക് ഉറപ്പു തരണം എന്ന് പറഞ്ഞ് ഫഷ്തറത നിബിതങ്ങൾ എന്നോട് നിബന്ധന വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മാത്രം പറഞ്ഞു പോവരുത്, ഒരു കാര്യം കൂടെ ചേർത്ത് പറയണം. വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമായ മനുഷ്യനും നിങ്ങളുടെ കൂടെയുള്ള വിശ്വാസികളായ ആളുകൾക്ക് നന്മ വരയണമേ, ഗുണം വരണം എന്ന് ആഗ്രഹിക്കണം. ഒരാൾക്കൊരു വീടുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, അവർക്ക് അള്ളാഹു ഇസ്സത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ അതിൽ ബറക്കത്ത് കൊടുക്കണേ എന്നല്ലാതെ അത് നശിക്കണേ, ഇല്ലാതെ ആവണേ എന്നൊരു മുസ്ലിമിൻ്റെ മനസ്സിൽ വരാൻ പാടില്ല. അസൂയ വരാൻ ഒരിക്കലും പാടില്ല. എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും ഹിദായത്തും ഇസ്തിഖാമത്തും ലഭിക്കണം. തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അവരെ സാരോപദേശത്തിലൂടെ മെല്ലെ ഗുണദോഷിച്ച് നേർവഴിയിലേക്ക് കൊണ്ടുവരണം. തിന്മ ചെയ്യുന്ന ആളുകളെ എങ്ങാനും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ലാത്ത, ഒരു തെറ്റുമില്ലാത്ത ആളെ എൻ്റെ കൂടെ നടക്കാവൂ എന്ന് നിങ്ങളെങ്ങാനും ശപഥം ചെയ്താൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഒരു കൂട്ടുകാരനെ കിട്ടുക? ഒരു തെറ്റില്ലാത്ത ആരാണ് ലോകത്തുള്ളത്? ഒരു കുഴപ്പമില്ലാത്തവരാരാണുള്ളത്?